ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ഒരു ഓപ്പോ A15 എന്നൊരു മോഡലാണ്. ബാറ്ററി പൊള്ളച്ച ഒരു അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. ഇത് പൊള്ളക്കാനുള്ള കാരണം, പൊള്ളച്ച ബാറ്ററി എങ്ങനെ മാറ്റാം, ഇനി പൊള്ളക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന ഒരു വിശദീകരണത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ ഇനി നമുക്ക് തുടരാം അല്ലേ. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക് ഡോർ മൊത്തം ഓപ്പൺ ചെയ്യണം. ബാക്ക് ഡോർ നിങ്ങൾ കണ്ട പോലെ നല്ല ഗമ്മുണ്ടായിരുന്നു, പിന്നെ പൊള്ളച്ചത് കാരണം സൈഡ് കൂടി ചെറുതായിട്ട് പൊട്ടിയിരുന്നു. അത് കാരണം നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എല്ലാ സ്ക്രൂവും കാര്യങ്ങളും നമുക്ക് റിമൂവ് ചെയ്യാം. സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള പാനൽ എടുത്തിട്ട് പഴയ ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററി പൊള്ളക്കുന്നതിന് ഏറ്റവും വലിയ കാരണം ഈ ഓവർ ചാർജ് തന്നെയാണ്. പല വീട്ടിലും പല ആളുകൾ രാത്രി ഉറങ്ങുമ്പോഴാണ് ചാർജിൽ ഇടാറുള്ളത്, എന്നിട്ട് എടുക്കുന്നതോ രാവിലെ. ഇത് കാരണമാണ് ബാറ്ററി പൊള്ളക്കാൻ ഏറ്റവും വലിയ കാരണം വരുന്നത്. ഈ ബാറ്ററി പൊള്ളപ്പ് കാരണം എത്രയോ അപകടങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പൊള്ളപ്പ് കാരണം പോക്കറ്റിൽ ഇരുന്നു കൊണ്ട് ബ്ലാസ്റ്റായി, അങ്ങനെ പലതും. മാക്സിമം നമ്മൾ ഓവർ ചാർജിങ് നിർത്തുക, അപ്പോഴേ നമുക്ക് സേഫ്റ്റി ഒന്നുകൂടി കൂടുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രൂവും കാര്യങ്ങളും ഏകദേശം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലുള്ള പാനൽ റിമൂവ് ചെയ്യാൻ നോക്കണം. ഏകദേശം ഇതിൻ്റെ പാനലും പോയിട്ടുണ്ട്. പൊള്ളപ്പ് കാരണമല്ല, ഇത് കുറേ വീണിട്ടും അങ്ങനെ പല പ്രശ്നം കൊണ്ടും ഇതിൻ്റെ പാനൽ ഏകദേശം ബ്രോക്കൺ ആയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. ബാക്ക് ഡോർ ചിലപ്പം ടൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ലിക്വിഡ് വഴി നമുക്ക് സിമ്പിളായിട്ട് അത് ഊരെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ഡോറ് പോകുന്നതിന് ശേഷം സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക. സ്ക്രൂ റിമൂവിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ സൈഡിലത്തെ പാനൽ എടുക്കാൻ കഴിയുള്ളൂ. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഏകദേശം സൈഡിലുള്ള പാനൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എടുത്തതിന് ശേഷം വേണം നമുക്ക് പഴയ ബാറ്ററി റിമൂവ് ചെയ്യാൻ. ഏകദേശം ബാറ്ററി പൊള്ളച്ച് പോയിട്ടുണ്ട്. ഇത് ഓവർ ചാർജിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ കസ്റ്റമറോട് ചോദിച്ചു, രാത്രി മൊത്തം കുത്തിവെക്കലുണ്ടോ, അങ്ങനെ പലതും. അവർ പറഞ്ഞു രാത്രി കുത്തി വെക്കാറുണ്ട്, ഡെയിലി അല്ല എന്നാലും കുത്തി വെക്കാറുണ്ട്. അത് കാരണമാണ് ഈ ബാറ്ററി ഇങ്ങനെ ഒരു പൊള്ളച്ച അവസ്ഥയിൽ ആയത്. ഇതിൻ്റെ സൈഡ് ഫ്രെയിമും ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്, അതും ബ്രോക്കൺ ആയിട്ടുണ്ട്. കുറേ ടൈമിൽ വീണിട്ട് മൊത്തം ബ്രോക്കൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ബാറ്ററി റിമൂവ് ചെയ്യാം. ബാറ്ററി ഓക്കെ റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക് സൈഡ് തന്നെ കാണാം, നല്ലൊരു ബൾജായിട്ടുണ്ട്. ഏകദേശം പോയിട്ടുണ്ട്. കുറച്ചും കൂടി ടൈം നിൽക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കൂടി ഫ്രണ്ടിലേക്ക് തള്ളുന്ന ഒരു അവസ്ഥയിൽ മാറിയെന്ന് തന്നെ. ഇനി നമുക്ക് പുതിയ ബാറ്ററി ജസ്റ്റ് ഇട്ട് നോക്കി നോക്കാം. ഫോണ് ഓൺ കണ്ടീഷനിലാണോ അറിയാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ടൈമായി കസ്റ്റമർ ഫോൺ ഉപയോഗിച്ചിട്ട്. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഫോൺ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി നോക്കാം. ഓക്കെ, സംഭവം ഓണാവുന്നുണ്ട്. നമ്മളിനി ഇതിൽ ഇടാൻ പോകുന്ന ബാറ്ററി മാക്സ് ഗോൾഡ് എന്നൊരു കമ്പനിയുടെ ബാറ്ററിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു ബാറ്ററി പ്രൊട്ടക്ഷൻ ഐസും ഉണ്ട്. അത് കാരണം ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. എന്നാലും നമ്മൾ ഓവർ ചാർജ് ചെയ്യാതെ നോക്കുക. കാരണം കമ്പനി ബാറ്ററി തന്നെ ഒരു 2 കൊല്ലം 3 കൊല്ലം ആവുമ്പോഴാണ് പൊള്ളക്കുന്നത്. എന്തായാലും ഏത് ബാറ്ററി ആണെങ്കിലും എന്താണെങ്കിലും ഓവർ ചാർജ് ചെയ്യാതെ നോക്കുക. ഓവർ ചാർജ് ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബാറ്ററിക്ക് ഒന്നും കൂടി ഹെൽത്ത് കൂടുള്ളൂ. ഓക്കെ, എല്ലാം ഓക്കെ, വർക്കിംഗ് കണ്ടീഷനാണ്. നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ്. പഴയ ബാറ്ററി നിങ്ങൾക്ക് കാണാം, ഏകദേശം നന്നായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 4 കൊല്ലത്തോളമായി ഫോൺ കസ്റ്റമർ വാങ്ങിയിട്ട് ആണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. അത് ഓവർ ചാർജ് കാരണം തന്നെയാണ്. ഇനി നമുക്കിനി ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നേരം പോലെ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറും കാര്യം എടുത്തിട്ട് പാക്ക് ചെയ്യാൻ നോക്കാം. പിന്നെ ബാക്കിലൊരു നിങ്ങൾക്ക് സ്റ്റിക്കർ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സ്റ്റിക്കർ ജസ്റ്റ് റിമൂവ് ചെയ്യാം. എന്നിട്ട് അതിൽ പാക്ക് ചെയ്തിട്ട് മൊത്തം ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ബാറ്ററി പൊള്ളക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ചാർജ് ചെയ്യാതിരിക്കുക, നല്ലൊരു ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ബാറ്ററി പൊള്ളക്കാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. പിന്നെ ബാറ്ററിയും കാര്യങ്ങൾ ഫിറ്റിങ്ങും കാര്യങ്ങൾ സിമ്പിളാണ്. നമ്മൾ ഏറ്റവും ആദ്യം ബാക്കത്തെ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുക. ചിലപ്പം ടൈറ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു 530 എന്നൊരു ലിക്വിഡ് വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സൈഡിൽ പാനൽ വരും. പാനൽ ഊരാൻ വേണ്ടിയിട്ട് സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ പാനൽ റിമൂവ് ആയി കഴിയും. ഇതിലാവുമ്പോൾ കുറച്ച് ചെറുതായിട്ട് പാനൽ പൊട്ടലുണ്ടായിരുന്നു, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പൊള്ളപ്പുണ്ടെങ്കിൽ ചാർജ് നിൽക്കൽ എന്തായാലും കുറയും. ബാറ്ററി ഹീറ്റാവും, ബോർഡ് ഹീറ്റാവും, അങ്ങനെ ബോർഡിനും പല പ്രശ്നങ്ങൾ വരും. അഥവാ ഫോണിൻ്റെ ബാറ്ററി പൊള്ളപ്പുണ്ടെങ്കിൽ അത് മാക്സിമം പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കാം. കാരണം മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേക്കും പ്രശ്നം വരും, ബോർഡിനും പ്രശ്നം വരും.
സോ നമ്മളെ പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. ജസ്റ്റ് വീഡിയോ മൊത്തം വാച്ച് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അത്രമാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഈ ബാറ്ററി വളരെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയും. കൂടുതൽ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു മോഡലാണ് ഓപ്പോ A15 എന്നത്. സോ മാക്സിമം ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ബാറ്ററി പൊള്ളപ്പ് ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കുക. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിനും കംപ്ലൈൻറ്റ് വരും, ഡിസ്പ്ലേക്കും കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് കാരണം മാത്രം പറയാണ്. നമ്മുടെ ഷോപ്പിൽ പലതും ഇതേപോലെ വന്നിട്ടുണ്ട്. ചിലത് പൊള്ളച്ച അവസ്ഥയിൽ തന്നെ ബ്ലാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റും ആയിട്ടുണ്ട്. മാക്സിമം ബാറ്ററി പൊള്ളപ്പുണ്ടോ അത് മാറ്റാൻ നോക്കുക. കൂടുതൽ വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ 100-200 ചിലവാവേണ്ട വിചാരിച്ചിട്ട് കുറച്ച് ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് പിന്നീട് വലിയ ഒരു കോസ്റ്റിന് തന്നെ കാരണമാവും. സോ മാക്സിമം അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ വേണ്ടി നോക്കുക. ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ മാക്സിമം അങ്ങനെ ചെയ്യുക. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഫോളോ ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ബാക്ക് ഡോറ് ഫിറ്റ് ചെയ്യുന്നതാണ്. അത് 4 കോർണറിലും ഗമ്മിട്ടിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയും. സോ ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫോൺ ശരിയാക്കാം. സോ മാക്സിമം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ വീണ്ടും വീഡിയോയിലേക്ക് നമുക്ക് കാണാം. സോ താങ്ക് യു ഗൈസ്.